അരവിന്ദൻ, ഇതാണ് ബി.ജെ.പിയുടെ ആത്മവിശ്വാസം. അതായത് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവുമാണ് പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ എന്ന് പറയുമ്പോൾ പോലും അടൽ ബിഹാരി വാജ്പേയിയുടെ ചരിത്രം ഉൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ യുവരാജ് ഗോകുൽ സംസാരിച്ചത്. താങ്കൾ അത് കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതാ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള റിപ്പോർട്ട്. അത് പ്രകാരം ഈ നിതീഷ് കുമാറിനെ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തതായി അറിവില്ല എന്നാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പറയുന്നത്. മറുഭാഗത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മമതാ ബാനർജി പറഞ്ഞതാകട്ടെ, ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കില്ല എന്നൊന്നും വിലയിരുത്താറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏത് നിമിഷവും അത്തരം അവസരങ്ങൾ ഒരുങ്ങി വന്നാൽ അതുണ്ടാകും എന്ന് തന്നെയുള്ള ആത്മവിശ്വാസമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് വെച്ചു പുലർത്തുകയും ചെയ്യുന്നത്. അടുത്ത 5 വർഷം ആ സാധ്യത ഇന്ത്യ മുന്നണിക്ക് കാണുന്ന തരത്തിലാണോ ഈ മണിക്കൂറുകളിലും പ്രതീക്ഷിക്കേണ്ടത്? പ്രത്യേകിച്ചിപ്പോൾ നാളെ വൈകിട്ട് 7:15 മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറാൻ പോവുകയാണ്. നേരത്തെ യുവരാജ് ഗോകുൽ പറഞ്ഞതുപോലെ അകമഴിഞ്ഞ പിന്തുണയാണ് നൽകുന്നത് ഇപ്പോഴും TDPയും JDUവും ഉൾപ്പെടെയുള്ള പാർട്ടികൾ. പക്ഷേ ആ വിശാല മനസ്കത ഈ മന്ത്രിസ്ഥാനത്തിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഏറ്റവും സന്തോഷം തന്നത് BJP പ്രതിനിധി അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടമൊക്കെ ഓർമ്മിക്കാൻ തുടങ്ങി എന്നുള്ളതിലാണ്. കാരണം കഴിഞ്ഞ കുറേ കാലമായി അദ്വാനിയുടെ, വാജ്പേയിയുടെ, മുരളി മനോഹർ ജോഷിയുടെ കാലമൊന്നും പറയാറില്ല. അവരാകെ മോദിയുടെ ഗവൺമെന്റ് ഭരിക്കാനുള്ള ഭൂരിപക്ഷമാണ് 2019 ലഭിച്ചത് ബി.ജെ.പി. അതെ, അല്ല, ഞങ്ങൾ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. നെഹ്റുവിനെ പറ്റി പറയും, ശാസ്ത്രിജിയെ പറ്റി പറയും, ഇന്ദിരാഗാന്ധിയെ പറ്റി പറയും, രാജീവ് ഗാന്ധിയെ പറ്റി പറയും, നരസിംഹറാവുവിനെ പറ്റി പറയും, ഡോക്ടർ മൻമോഹൻ സിംഗിനെ പറ്റി പറയും. അതായിരുന്നു തുടർച്ച. പക്ഷെ BJP നിർഭാഗ്യവശാൽ അടുത്ത കാലത്ത് മോദിയാണെല്ലാം. ഒരു സംഘടനാ സംവിധാനത്തിനപ്പുറത്തേക്ക് മോദിക്ക ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി. എത്ര വലിയ പരസ്യമായിരുന്നു മോദി. നമ്മൾ അന്നേ പറഞ്ഞു, ജനാധിപത്യത്തിൽ അങ്ങനെ ഒരാൾക്ക് ഒരു അപ്രമാദിത്വം കൊടുക്കാൻ പറ്റില്ല. ഒരാൾക്കും അപ്രമാദിത്വമില്ല. സംഘടനയ്ക്ക് വരട്ടെ. ഇവിടെ മോദിയെ ജനം പുറന്തള്ളി. ഉത്തർപ്രദേശിനകത്ത് അമേഠിയിലെ കിഷോർലാൽ ശർമ്മ നേടിയ ഭൂരിപക്ഷത്തിന്റെ താഴെയാണ് മോഡിയുടെ ഭൂരിപക്ഷം. അവിടെ സമാജ്വാദി രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിന്റെ പകുതിയാണ് മോദിയുടെ ഭൂരിപക്ഷം. ഇന്ത്യ മുന്നണി നേതാക്കന്മാരുടെ ഒരുപാട്, ഡിംപിൾ യാദവിന്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭൂരിപക്ഷത്തിന്റെ താഴെയാണ് മോദിയുടെ ഭൂരിപക്ഷം. അതുകൊണ്ട് ജനങ്ങൾ നരേന്ദ്രമോദിക്ക് എതിരായിട്ടാണ് വോട്ട് ചെയ്തത്. കഴിഞ്ഞ തവണ 62% ഉണ്ടായിരുന്നത് കുത്തനെ താഴോട്ട് പോയി. 3.5 ലക്ഷം വോട്ട് അവിടെ കുറഞ്ഞു. ഏറ്റവും ഉയർത്തി കാണിച്ച അയോധ്യ, ഫൈസാബാദിൽ BJP തോറ്റു. അപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു നല്ല പ്രതിപക്ഷം ഇവിടെ ഉണ്ടാവണം. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യയുടെ ജനാധിപത്യത്തിനെ പോഷിപ്പിക്കാൻ ആവശ്യമായ നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിക്കണം. ഞങ്ങൾ ആ നിലപാട് സ്വീകരിക്കും എന്ന് വെച്ച് സർക്കാർ ഉണ്ടാക്കിയേ തീരും. പക്ഷെ താങ്കൾ ഈ ശക്തമായ പ്രതിപക്ഷം ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ആ നേതാവായി ഇപ്പോൾ രാഹുൽ ഗാന്ധിയല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളത്? തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി രാഹുൽ ഗാന്ധി നടത്തിയ ഒരു തേരോട്ടം, പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷം. അവിടെ എന്റെ ഒരു സംശയം, ഇപ്പോൾ ഈ കഴിഞ്ഞ സഭയിൽ ആദിർ രഞ്ജൻ ചൗധരി ആയിരുന്നു പ്രതിപക്ഷ നേതാവിന് പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്നത്. അവിടെയും രാഹുൽ ഗാന്ധിക്ക് അവസരമുണ്ടായിരുന്നു. അപ്പോൾ കരുത്തനായ ഒരു നേതാവ്, ആദിർ രഞ്ജൻ ചൗധരിയുടെ പ്രകടനം കോൺഗ്രസ് തന്നെ വിലയിരുത്തുമ്പോൾ അത്ര മികവുറ്റത് എന്നൊന്നും വിലയിരുത്തലില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിന് അവസരങ്ങൾ ലഭിച്ചപ്പോൾ ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയായിരുന്നു കോൺഗ്രസും ചെയ്യേണ്ടിയിരുന്നത്. അല്ല, കഴിഞ്ഞ തവണ 52 സീറ്റ് കോൺഗ്രസിന്, 10% ഇല്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം നിഷേധിച്ചു. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ കക്ഷി നേതാവായിട്ട് അധിർ രഞ്ജൻ ചൗധരിയെ തെരഞ്ഞെടുത്തു. പക്ഷേ ഈ തവണ എങ്ങനെയല്ല. ഈ തവണ പ്രതിപക്ഷ നേതാവ്, ഞങ്ങൾ ആ എലിജിബിലിറ്റി കടന്ന് പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് റാങ്കോടുകൂടിയാണല്ലോ പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവാകുന്നു. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് പ്രതിപക്ഷ നേതാവിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിലേക്ക് എത്തുന്നു. 242ഉം 232ഉം തമ്മിലുള്ള ഒരു വലിയ മത്സരം നടക്കുന്നു. സ്വാഭാവികമായിട്ട് വിഷയങ്ങൾ കഴിഞ്ഞ തവണ സസ്പെൻഷൻ ആയിരുന്നല്ലോ. ഞാൻ പോയതാണ് കഴിഞ്ഞ ലോക്സഭയുടെ 10 മണിക്ക് ജയ് ശ്രീറാം എന്ന വിളിയാണ് ലോക്സഭയ്ക്കകത്ത്.
അല്ല BJP അല്ല 242 BJP ഒറ്റയ്ക്ക് നേടിയത്, 232 എന്നത് ഇന്ത്യ സഖ്യം നേടിയത്. കോൺഗ്രസ് ഇപ്പോൾ ഇതാ 101 എന്ന് നമുക്ക് ടെക്നിക്കലി പറയാം. അതെ, ഞങ്ങൾ അതിൽ ഒറ്റ ഓക്കെ, ഞങ്ങൾ 232 ഒറ്റ ബ്ലോക്കാണ്. ആ ബ്ലോക്ക് ഒരിക്കലും ഒരാളും പ്രെഡിക്റ്റ് ചെയ്യാത്തിടത്തേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് എത്തിച്ചു. ഞങ്ങൾ ക്രിയാത്മകമായ പ്രതിപക്ഷം, ഞങ്ങൾ അതിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞല്ലോ. ഇനി ഒരു വിഷയവും ഞങ്ങൾ വിട്ടുപോകുന്ന പ്രശ്നം വരുന്നില്ല. പാർലമെന്റ് അകത്തുള്ള മൃഗീയ ഭൂരിപക്ഷം കൊണ്ട് പ്രതിപക്ഷത്തെ അടിച്ചമർത്താമെന്ന, പാർലമെന്റിലേക്ക് വരേണ്ട എന്ന, നമ്മൾക്ക് അറ്റൻഡൻസ് പരിശോധിച്ചാൽ മനസ്സിലാവില്ലേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര തവണ വന്നിട്ടുണ്ട്. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ അദ്ദേഹം, അവിടെയാണ് എനിക്ക് താങ്കളോടും അഭിപ്രായ വ്യത്യാസമുള്ളത്. രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസും ഒക്കെ താരതമ്യം ചെയ്യേണ്ടതുണ്ട്. താങ്കൾ തന്നെ പരിശോധിച്ചാൽ മതി ഈ രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസും. തീർച്ചയായിട്ടും കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലെ 5 വർഷക്കാലത്തെ രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസും നരേന്ദ്രമോദിയുടെ അറ്റൻഡൻസും താരതമ്യം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഏതെങ്കിലും ഒരു സഭയിൽ നിന്ന് രാഹുൽ ഗാന്ധി മാറി നിന്നിട്ടുണ്ടോ? ഒരിക്കലും മാറി നിന്നിട്ടില്ല. ജോഡോ യാത്ര വന്നിരുന്ന സമയത്ത് അദ്ദേഹം മാറി നിന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ കാര്യങ്ങൾക്കല്ലാതെ രാഹുൽ ഗാന്ധി മാറി നിന്നിട്ടില്ല. നമുക്ക് പരിശോധിക്കാം. ഏതായാലും രാഹുൽ ഗാന്ധി നടത്തിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ എൻഡാണല്ലോ ഈ 2024 ജൂൺ മാസം 4-ാം തീയതി സംഭവിച്ചത്. ഒരാളും പ്രെഡിക്റ്റ്, രാഹുൽ ഗാന്ധിയുടെ വയസ്സിന്റെ താഴേക്ക് ഈ പാർട്ടിയുടെ അംഗസംഖ്യയെ വെട്ടിച്ചുരുക്കും എന്ന് പറഞ്ഞ നരേന്ദ്രമോദി പറയാൻ ഇനി ആക്ഷേപത്തിന് എന്തെങ്കിലും വാക്കുകൾ അവശേഷിക്കുന്നുണ്ടോ രാഹുൽ ഗാന്ധിയെ പറ്റി? ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്ത് പോലും രാഹുൽ ഗാന്ധിയുടെ പേര് 2014 മോദി അധികാരത്തിൽ വന്നത്, 2019 അത് ആവർത്തിക്കുന്നു, 3-ാം ടൈമിലേക്ക് പോകുന്നു. ഇനിയാണ് യഥാർത്ഥ പ്രതിപക്ഷത്തെ നരേന്ദ്രമോദി കാണാൻ പോകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം 2 ടേം 10 വർഷക്കാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അനുഭവിച്ച മാക്സിമം ഒരുപാട് ആളുകൾ കൊഴിഞ്ഞുപോയി, ബ്ലാക്ക് മെയിൽ ചെയ്തു. ഞങ്ങൾ രാഹുൽ ഗാന്ധി അന്നത്തെ പത്രസമ്മേളനത്തിൽ ജൂൺ 4 വൈകുന്നേരം 5:30 മണിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ പോരാടിയത് കേരള BJPക്കെതിരെയല്ല, എല്ലാ സർക്കാർ ഏജൻസികൾക്കെതിരെയുമുള്ള പോരാട്ടമായിരുന്നു. ഇന്ത്യ രാജ്യത്തെ സകലമാന ഏജൻസികളെയും ജുഡീഷ്യറിയെയും ഇലക്ഷൻ കമ്മീഷനെയും ഒക്കെ ഒരു ഭാഗത്ത് അണിനിരത്തി അതിനോടുള്ള പോരാട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി നടത്തിയത്. ആ പോരാട്ടത്തിൽ വിജയിക്കുമ്പോൾ ആ പോരാട്ടത്തിന് തിളക്കം വളരെ കൂടുതലാണ് എന്ന ഉറച്ച ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകും. പിടിക്കാൻ പറ്റാത്തതും നേടാൻ പറ്റാത്തതും എത്താൻ പറ്റാത്തതുമായ ഒരു പൊസിഷനും ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല. അത് കുറച്ചുനാൾ മുമ്പ് താങ്കൾ തന്നെ പറഞ്ഞെടുത്തൊരു പ്രശ്നമുണ്ട്. ഒരു പക്ഷേ പ്രഡിക്ഷനുകൾക്കപ്പുറത്തേക്കുള്ള ഒരു പിന്തുണ ലഭിച്ചു എന്ന്. ഞാനത് ആവർത്തിക്കുന്നില്ല. ആ പ്രഡിക്ഷൻ കുറച്ചത് മുമ്പ് ഈ ഇന്ത്യ സഖ്യത്തിനുണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസിനും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നോ ചിത്രം എന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ യുവരാജ്